വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ചക്രതീർത്ഥത്തെ സംരക്ഷിക്കാൻ ഇതുവരെ ആരുമെത്തിയില്ല. ജനനേതാക്കൾ വലിയ വായിൽ പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് വർക്കലക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചക്രതീർത്ഥം വെറുമൊരു ക്ഷേത്രക്കുളമല്ല, പഴമയുടെയും ചരിത്രത്തിൻ്റെയും ഹൃദയം തൊട്ട് ഒഴുകിയിറങ്ങുന്ന പുണ്യതീർത്ഥം. കൊടുംവേനലിലും ഒരു ജലകണിക പോലും കുറയാതെ ഒഴുകിനിറയുന്നു ഈ പ്രവാഹം. പക്ഷേ ചക്രതീർത്ഥത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരുടെയും ഹൃദയം നോവിക്കും. അധികൃത അവഗണനയാൽ വിശാലമായ ഈ ക്ഷേത്രക്കുളം അനുദിനം നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു. മേൽക്കൂര ഇളകി അധപതനത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന കുളക്കൊത്തളങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞ കുളപ്പടവുകൾ. ചക്രതീർത്ഥം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയ ജനനേതാക്കൾ എങ്ങുപോയെന്ന് ആർക്കും അറിയില്ല. ശ്രീ ജനാർദ്ദനന്റെ തിരുനടയിലെത്തി താണു വണങ്ങിയ ശേഷം അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാർ പറഞ്ഞത് ഇതായിരുന്നു: ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ കുളം, തീർത്ഥക്കുളം, അത് വളരെ ശോച്യാവസ്ഥയിൽ ആണെന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ഊട്ടുപുര അത് തകർന്ന നിലയിലിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ MLA സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ MLA ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞതാണ്. ദേവസ്വം ബോർഡുമായി സംസാരിച്ച് ദേവസ്വം ബോർഡിൻ്റെ കൂടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഈ കുളവും ഊട്ടുപുരയുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികളും അടിയന്തരമായി ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകുന്ന. കൊല്ലം ഒന്ന് കടന്നു പോയിരിക്കുന്നു. ചക്രതീർത്ഥത്തിൻ്റെ രക്ഷകരായി ആരുമെത്തിയില്ല. അന്ന് ശിവകുമാറിന് അകമ്പടി സേവിച്ചെത്തിയ ഖദർധാരികളും ഇക്കാര്യം മറന്നുപോയിരിക്കുന്നു. നാടിൻ്റെ പ്രിയങ്കരനായ വികസന നായകനും ചക്രതീർത്ഥ സംരക്ഷണത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നില്ല. നഗരസഭയ്ക്കാകട്ടെ ഈ വിഷയത്തിൽ പണ്ടുതൊട്ടേ വലിയ താല്പര്യമില്ല. വികസനം വർക്കലയിൽ റോഡ് നീളെ ഉരുണ്ടു കളിക്കുന്നുവെന്ന് ചിലരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാകുമോ? ചക്രതീർത്ഥ സംരക്ഷണത്തിനായി പ്രക്ഷോഭം നടത്തിവന്ന ഹിന്ദു സംഘടനകളും പത്തിമടക്കിയിരിക്കുന്നു. ശ്രീ ജനാർദ്ദനന് ഭക്തർ നൽകുന്ന സമ്പത്ത്, പണം ദേവസ്വം ബോർഡിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ മണിക്കൂറുകൾ തന്നെ വേണം. പണച്ചാക്കുകൾ അതീവ സുരക്ഷയോടെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ദേവസ്വം ബോർഡ് ചക്രതീർത്ഥം സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഈ കുളമൊക്കെ വൃത്തിയാക്കുന്നത് കർക്കിടക വരുമ്പോൾ നല്ലൊരു വരുമാനമുള്ള ക്ഷേത്രമാണ്. അതിൽ ദേവസ്വം ബോർഡിൻ്റെ അനാവസ്ഥയാണ് ഈ കുളം മൊത്തം ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത്. കാരണം അവർ പൈസ ഇവിടുന്ന് കൊണ്ടുപോകുന്നതല്ലാതെ ഈ കുളം വൃത്തിയാക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ ഭക്തജനങ്ങൾ പരാതികൾ മന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. അവരാരും ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. ചക്രതീർത്ഥമേ മാപ്പാക്കുക.